പൂനെയിൽ മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ തൊഴിൽ ചൂഷണത്തിൽ സമഗ്രാന്വേഷണം നടത്തുമെന്ന് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ പറഞ്ഞു. അമിത ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണം എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബഹുരാഷ്ട്ര അക്കൗണ്ടിംഗ് കമ്പനിയായ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായാണ് അന്ന ജോലി ചെയ്തിരുന്നത്. അവൾ CA പാസ്സായത് ഫെബ്രുവരിയിലാണ് റിസൾട്ട് വന്നത്. ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടിയത് EY പൂനെയിലാണ്, ടാക്സ് ഓഡിറ്റിലാണ്. അപ്പം മാർച്ച് 18 അവിടെ ജോയിൻ ചെയ്തത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ഔട്ട്സൈഡ് ക്ലയൻസിൻ്റെ ഓഡിറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ലാസ്റ്റ് ചെയ്ത ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബജാജ് ഓട്ടോയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അവരുടെ ഓഡിറ്റിംഗ് ഒരു നിശ്ചിത സമയത്തിനകം ചെയ്തു തീർക്കണം. അപ്പോൾ ആ നിശ്ചിത സമയം പാലിക്കാനായിട്ട് ഇവർ ചിലപ്പം ഒത്തിരി രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് തിരിച്ച് അവൾ താമസിക്കുന്ന PGയിൽ അവൾ എത്തുമ്പോൾ 1:30 മണിയെങ്കിലും ആ 1:30 മണിയായാൽ ഇവർക്ക് ആ വർക്കിൻ്റെ പുറമേ ഉള്ള അഡീഷണൽ വർക്കും കൊടുക്കും. പല ദിവസങ്ങളും അവർ ഉറങ്ങാറില്ല. പിന്നെ അവർക്ക് ഭക്ഷണം കിട്ടില്ല. PGയിലാകുമ്പോൾ 10 മണി വരെ ഭക്ഷണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പം ഇങ്ങനെ ഉറക്കം ഇല്ലായിരുന്നു, ഭക്ഷണവും സമയത്തിനില്ലായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. അല്ല, EYന്ന് അവൾ മരിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ആരും വന്നില്ല. പ്ലസ് അവളുടെ ഫ്യൂണറലിന് പോലും EYന്ന് ആരും പങ്കെടുത്തില്ല. EYയുടെ ഇവിടെ ലോക്കൽ ഓഫീസുണ്ട് ഇൻഫോ പാർക്കിൽ. അവിടുന്ന് പോലും അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചില്ല. അന്നയുടെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുമെന്നും കമ്പനി ഇപ്പോൾ പ്രതികരിക്കുന്നു. അഞ്ജലി ശ്രീചിതാരാജുണ്ട് വിവരങ്ങളുമായി. അഞ്ജലി, എപ്പോഴാണ് അന്നയുടെ മരണം സംഭവിക്കുന്നത്? ഈ കമ്പനി ഇപ്പോൾ ഈ പ്രതികരിക്കുന്നത് എപ്പോഴാണ്? സ്മൃതി, അതായത് ഒരു മകളുടെ വിയോഗത്തിൽ അമ്മ കമ്പനി CEOയ്ക്കെതിരെ അയച്ച കത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത്. അന്ന സെബാസ്റ്റ്യൻ എന്ന കൊച്ചി സ്വദേശിയായിട്ടുള്ള അന്ന സെബാസ്റ്റ്യൻ പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മാർച്ച് 18 അന്ന ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള അമിത ജോലിഭാരവും ജോലി സമ്മർദ്ദവും കാരണം വളരെ ക്ഷീണിതയായ അന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം വന്നിട്ടുണ്ട്. കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെന്നെല്ലാം കമ്പനി വിശദമാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അതായത് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും വീഴ്ചയുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അന്നയ്ക്ക് ജോലി സമയം എന്ന് പറയുന്നത് 12:30 വരെയാണ് അന്ന ജോലി ചെയ്യുന്നത്. ഈ ജോലി സമയം കഴിഞ്ഞ് 1:30 അന്നയുടെ PGയിലെത്തുന്നത്. PGയിലെത്തി അവിടെ നിന്നും അന്നയ്ക്ക് അടുത്ത ദിവസത്തിലുള്ള ജോലി ഭാഗമായിട്ടുള്ള ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അന്ന ഇത്തരത്തിൽ തുടർച്ചയായി ജോലി ചെയ്യുകയാണ്. തുടർച്ചയായുള്ള ജോലി സമ്മർദ്ദം കാരണം ക്ഷീണതയായി പലതവണ അന്നയ്ക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അന്നെല്ലാം പറഞ്ഞത് ഇത്തരത്തിലുള്ള അതായത് അമിത ജോലിഭാരവും ജോലി സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും ഒക്കെയാണ് അന്നയുടെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്ന് ഡോക്ടർ തന്നെ അന്നയുടെ കുടുംബത്തോട് വ്യക്തമാക്കിയിരുന്നു. കൊച്ചി കങ്ങരമ്പടി സ്വദേശിയാണ് ഈ അന്ന സെബാസ്റ്റ്യൻ. അന്നയുടെ അമ്മ അനിത അഗസ്റ്റിനാണ് ഈ കമ്പനി അതായത് EY എന്ന കമ്പനി CEOയ്ക്ക് ഒരു കത്ത് അയച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നും അതായത് തൊഴിൽ സഹമന്ത്രിയായിട്ടുള്ള ശോഭ കരന്തലജെ ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നും അന്നയുടെ ഇത്തരത്തിൽ തൊഴിൽ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നെല്ലാമാണ് പ്രതികരിച്ചിരിക്കുന്നത്. അന്നയുടെ വിയോഗത്തിൽ അതായത് കുടുംബം വളരെയധികം ദുഃഖിതരാണ്. അതായത് ഈ അന്ന മരണപ്പെട്ടത് ജൂലൈയിൽ മരണപ്പെട്ട അന്നയ്ക്ക് വേണ്ടി അതായത് ഈ കമ്പനിയിൽ നിന്നും യാതൊരുവിധ സഹായമോ അല്ലെങ്കിൽ അന്നയുടെ കുടുംബത്തെ ഇവർ ബന്ധപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. അതായത് അന്നയുടെ ഒഴിവ് നികത്തി മറ്റൊരാളെ എടുക്കാനാണ് ഈ കമ്പനി ശ്രമിച്ചിട്ടുള്ളത്. അന്നയുടെ പിതാവിനോട് പലതവണ അന്ന ഇത്തരത്തിൽ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ജോലിയിൽ മുന്നോട്ട് ശോഭിക്കണമെന്ന അന്നയുടെ ഈ ആഗ്രഹം കൊണ്ടാണ് അന്ന വീണ്ടും ഇത്തരത്തിൽ അവിടെ പിടിച്ചു നിന്നത്. എന്നാൽ ഇപ്പോൾ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? അത് നേരത്തെ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? അതായത് കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഈ ഇവർക്ക് യാതൊരുവിധ അതായത് അന്നയുടെ ഫ്യൂണറലിൽ പോലും കമ്പനി അധികൃതരാരും ബന്ധപ്പെട്ടില്ല. കൊച്ചിയിൽ തന്നെ അവരുടെ യൂണിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒന്നും അന്നയുടെ കുടുംബത്തെ ഈ കമ്പനി ബന്ധപ്പെട്ടിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഈ അമ്മ അതായത് ഇവർക്ക് കമ്പനിക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുക എന്നതല്ലായിരുന്നു ഈ അമ്മയുടെ ലക്ഷ്യം. അതായത് ഇവർ ഇങ്ങനെ ഒരു കത്തയക്കാനുള്ള കാരണം ഇനിയും ഇത്തരത്തിലുള്ള ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ അമിത ജോലി ഭാരം കൊണ്ട് തങ്ങളുടെ മകളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്
തന്നെയാണ് ഈ അമ്മ ഇത്തരത്തിലൊരു കത്തയച്ചതെന്ന് അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇനിയും മുന്നോട്ടേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇവർ ഇത്തരത്തിലൊരു കത്തയച്ചത്. ഈ 5 സ്ഥാപനത്തിന്റെ CEO ഉൾപ്പെടെയുള്ള 5 പേർക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തിൽ ഒന്ന് സമൂഹ മാധ്യമത്തിൽ പോവുകയായിരുന്നു. അതായത് ഈ ശരി, അഞ്ജലി ശ്രീജിത രാജാണ് വിവരങ്ങൾ നൽകിയത്. കമ്പനിയുടെ വീഴ്ച കൃത്യമായും ബോധ്യപ്പെടുന്ന രീതിയിലാണ് അവരുടെ ഇടപെടലും പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്.